Third question. Find the two half-range expansions of the function f of x equal to 2k by Lx if 0 less than L less than x less than L by 2, 2k by L minus x if L by 2 less than x less than L. അപ്പോൾ നമ്മളോട് രണ്ട് ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കൊസൈൻ സീരീസ് എക്സ്പാൻഷൻ്റെ ഫുറിയർ കൊസൈൻ സീരീസ് ഈസ് a0 plus sigma an cos n pi by L x where a0 ഹാഫ് റേഞ്ച് ആയതുകൊണ്ട് അത് 1 by L ഇൻ്റഗ്രൽ 0 to L f of x dx വരും. an is equal to 2 by L ഇൻ്റഗ്രൽ 0 to L f of x into cos n pi by L x dx വരും. നമുക്ക് ആദ്യം എ നോട്ട് കണ്ടുപിടിക്കാം. എ നോട്ട് ഈസ് ഈക്വൽ ടു 1 ബൈ എൽ ഇൻ്റഗ്രൽ 0 ടു എല്ലിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് 2 ഇൻ്റഗ്രൽ 0 ടു എൽ ബൈ 2 2k ബൈ എൽ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ എൽ ബൈ 2 ടു എൽ 2k ബൈ എൽ ഇൻറ്റു എൽ മൈനസ് എക്സ് ഡി എക്സ് എന്ന് വരും. അപ്പോൾ 1 ബൈ എൽ ആദ്യത്തെ ഇൻ്റഗ്രൽ അത് 2k ബൈ എൽ കോൺസ്റ്റൻ്റ് ആണ്. എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 ഫ്രം 0 ടു എൽ ബൈ 2. അവിടെയും 2k ബൈ എൽ കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് പുറത്തെടുക്കുമ്പോൾ എൽ മൈനസ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എൽ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഫ്രം എൽ ബൈ 2 ടു എൽ. അപ്പോൾ ഇവിടെയും 2k ബൈ എൽ ഉണ്ട്, ഇവിടെയും 2k ബൈ എൽ ഉണ്ട്. അപ്പോൾ നമുക്കത് പുറത്തെടുക്കുമ്പോൾ 2k ബൈ എൽ സ്ക്വയർ. ഇവിടെ റേഞ്ച് കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയറിന് കൊടുക്കുമ്പോൾ എൽ സ്ക്വയർ ബൈ 4 മൈനസ് 0 ഡിവൈഡഡ് ബൈ 2 പ്ലസ് അടുത്തത് ഇവിടെ എൽ കൊടുക്കുമ്പോൾ എൽ മൈനസ് എൽ സ്ക്വയർ ബൈ 2 അല്ലേ. അപ്പർ ലിമിറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ എൽ ഇൻറ്റു എൽ എൽ അപ്പോൾ എൽ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ബൈ 2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എൽ ഇൻറ്റു എൽ ബൈ 2 എന്ന് പറയുമ്പോൾ എൽ സ്ക്വയർ ബൈ 2 മൈനസ് എൽ ബൈ 2 ഹോൾ സ്ക്വയർ ബൈ 2 അപ്പോൾ എൽ സ്ക്വയർ ബൈ 4 ബൈ 2 എന്ന് പറയുമ്പോൾ എൽ സ്ക്വയർ ബൈ 8 വരും. നമുക്കിനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. ഇവിടെ എൽ സ്ക്വയർ ബൈ 8 ആണ് വരുന്നത്. ഇത് 2k ബൈ എൽ സ്ക്വയർ ദിസ് ഈസ് ഈക്വൽ ടു 2k ബൈ എൽ സ്ക്വയർ. ആദ്യത്തേത് എൽ സ്ക്വയർ ബൈ 8 പ്ലസ് അടുത്ത ബ്രാക്കറ്റിൽ എൽ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ബൈ 2 ആണ്. അപ്പോൾ അത് എൽ സ്ക്വയർ ബൈ 2 വരും. ഇവിടെ എൽ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ബൈ 2 അപ്പോൾ അത് എൽ സ്ക്വയർ ബൈ 2 ആണ്. ഇനി ഇവിടെ മൈനസ് എൽ സ്ക്വയർ ബൈ 2 പ്ലസ് എൽ സ്ക്വയർ ബൈ 8 വരും. മൈനസ് എൽ സ്ക്വയർ ബൈ 2 പ്ലസ് എൽ സ്ക്വയർ ബൈ 8 വരും. അപ്പം നമുക്ക് 2k ബൈ എൽ സ്ക്വയർ ബൈ 2 എൽ സ്ക്വയർ ബൈ 2 പോകുമ്പോൾ 2 എൽ സ്ക്വയർ ബൈ 8 വരും. അപ്പോൾ എൽ സ്ക്വയറും പോകും. 2 4 ബൈ 8 എന്ന് പറയുമ്പോൾ 1 ബൈ 2 ഒരു k ബൈ 2 വരും. ബാക്കിയെല്ലാം ക്യാൻസൽ ചെയ്യും. എൽ സ്ക്വയറും പോയി. പിന്നെ വരുന്നത് 4k ബൈ 8 ആണ്. അപ്പോൾ മിച്ചം നമുക്ക് k ബൈ 2 വരും. ഇനി നമുക്ക് എ എൻ കണ്ടുപിടിക്കണം. എ എൻ ഇസ് ഈക്വൽ ടു 2 ബൈ എൽ ഇൻ്റഗ്രൽ 0 ടു എൽ ബൈ 2 2k ബൈ എൽ എക്സ് ഇൻറ്റു കോസ് എൻ പൈ ബൈ എൽ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ എൽ ബൈ 2 ടു എൽ 2k ബൈ എൽ ഇൻറ്റു എൽ മൈനസ് എക്സ് കോസ് എൻ പൈ ബൈ എൽ എക്സ് ഡി എക്സ്. നമുക്ക് ഇവിടുന്ന് 2k ബൈ എൽ എടുക്കാം, ഇവിടുന്ന് 2k ബൈ എൽ പുറത്തെടുക്കാം. അത് പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ 2 ബൈ എൽ 2k ബൈ എൽ. അപ്പോൾ എക്സ് ഇൻറ്റു കോസ് എൻ പൈ ബൈ എൽ എക്സ് ഡി എക്സ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് integral of cos sin n pi by l x divided by n pi by l integral 0 to l by 2
മൈനസ് ഇൻ്റഗ്രൽ 0 to L/2. എക്സിന് ഡെറിവേറ്റീവ് ആണ്, കോസിൻ്റെത് സൈൻ n പൈ ബൈ എൽ എക്സ് ഡിവൈഡഡ് ബൈ n പൈ ബൈ എൽ ഡി എക്സ്. ഇത് ഫസ്റ്റ് ടേമിൻ്റെ ഇൻ്റഗ്രേഷൻ. ഇനി നമുക്ക് അടുത്തത് ഈ 4k/L² കോമൺ ആണ്, പ്ലസ് അടുത്തത് L മൈനസ് എക്സ് ഇൻറ്റു സൈൻ n പൈ ബൈ എൽ എക്സ് ഡിവൈഡഡ് ബൈ n പൈ ബൈ എൽ ഫ്രം L/2 to L മൈനസ് ഇൻ്റഗ്രൽ L/2 to L മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1 സൈൻ n പൈ ബൈ എൽ എക്സ് ഡിവൈഡഡ് ബൈ n പൈ ബൈ എൽ ഡി എക്സ്. എന്നിട്ട് വലിയ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ഇത്രയും ടൈമാണ്. ദിസ് ഈസ് ഈക്വൽ ടു 4k/L². ബ്രാക്കറ്റിനകത്ത് ആദ്യം നമ്മൾ L/2, ഇവിടെ നമുക്ക് L/n പൈ, ഇതിന് ഈ n പൈ ബൈ എൽ നമ്മൾ പുറത്തെടുക്കുകയാണെങ്കിൽ അത് L/n പൈ എന്ന് വരും. L/n പൈ L/2 സൈൻ n പൈ ബൈ എൽ ഇൻറ്റു L/2 എന്ന് പറയുമ്പോഴത്തേക്കും സൈൻ n പൈ ബൈ 2. ഇവിടെ ഇൻറ്റു L/2 അല്ലേ വരുന്നത്, വലിയ പോയിട്ട് n പൈ ബൈ 2 വരും. മൈനസ് അടുത്ത ടേം 0. ഇതാണ് ഇത്രയും ടേമിൻ്റെ. ഇനി ഇവിടെ നമുക്ക് മൈനസ് L/n പൈ, ഈ n പൈ ബൈ എൽ ഡിനോമിനേറ്ററാണ്, മുകളിലോട്ട് വരുമ്പോൾ L/n പൈ വരും. ഇൻ്റഗ്രൽ ഓഫ് സൈൻ ആണ്, ഇൻ്റഗ്രൽ ഓഫ് സൈന് മൈനസ് കോസ് n പൈ ബൈ എൽ എക്സ് ഡിവൈഡഡ് ബൈ n പൈ ബൈ എൽ ഫ്രം 0 to L/2. ഇതാണ് ഫസ്റ്റ് ടേം. ഇനി പുറത്ത് നമുക്കിനി അടുത്ത ഇതുണ്ട്. ഇവിടെ L/n പൈ നമുക്ക് പുറത്തെടുക്കാം. L/n പൈ പുറത്തെടുത്ത് കഴിയുമ്പം L മൈനസ് എൽ 0 വരും. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ L മൈനസ് എൽ 0 മൈനസ് L മൈനസ് L/2 ചെയ്യുമ്പം L/2 സൈൻ n പൈ ബൈ 2, L/2 ചെയ്യുമ്പം സൈൻ n പൈ ബൈ 2. അടുത്തത് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പം പ്ലസ് L/n പൈ ഇൻ്റഗ്രൽ ഓഫ് സൈന് മൈനസ് കോസ് n പൈ ബൈ എൽ എക്സ് ഡിവൈഡ് ബൈ n പൈ ബൈ എൽ, അത് L/2 to L വരും. എന്നിട്ട് വലിയ ബ്രാക്കറ്റും ക്ലോസ് ചെയ്തു. സോ ദിസ് ഈസ് ഈക്വൽ ടു 4k/L². അത്രയും കോമൺ ആണ്. എന്നിട്ട് L/n പൈ ഇൻറ്റു L/2 സൈൻ n പൈ ബൈ 2. അത്രയാണ് ഫസ്റ്റ് ടേം. അടുത്തത് നമുക്ക് ഇവിടെ ഒരു ഇവിടുത്തെ n പൈ ബൈ എല്ലും കൂടി ഇങ്ങോട്ട് വരുമ്പോൾ L²/n² π². ഈ മൈനസും ഈ മൈനസും കൂടെ പ്ലസ് ആവും. അപ്പോൾ അത് പ്ലസ് L²/n² π² എന്ന് എഴുതാം. ഇനി കോസിൻ്റെ റേഞ്ച് മൈനസ് പുറത്തെടുത്തപ്പം കോസ് ആദ്യത്തേത് കോസ് n പൈ ബൈ 2 വരും, മൈനസ് കോസ് 0. ഇത്രയാണ് സെക്കൻഡ് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുക. പ്ലസ് അടുത്തത് Ln, ഇവിടെ നമുക്ക് L/n പൈയും മൈനസ് L/2, അപ്പം ഇത് നമുക്ക് മൈനസ് ഓഫ്, അടുത്തത് മൈനസ് L/n പൈ L/2 സൈൻ n പൈ ബൈ 2. ഇനി നമുക്ക് ഇവിടെ L/n പൈ, ഇവിടെ n പൈ ബൈ എല്ലും ഇങ്ങോട്ട് വരുമ്പോൾ L²/n² π². ഇവിടെ മൈനസ് പുറത്തെടുക്കാം. അപ്പോൾ അത് മൈനസ് L²/n² π². ഇനി റേഞ്ച് കൊടുക്കുമ്പം കോസ് n പൈ ബൈ എൽ ഇൻറ്റു എൽ എന്ന് പറയുമ്പോൾ കോസ് n പൈ ബൈ എൽ മൈനസ് കോസ് n പൈ ബൈ 2 വരും. ഇത്രയാണ് വരുന്നത്. ഇനി ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ടേമും കൂടെ ക്യാൻസൽ ചെയ്ത് പോയാലേ ഈ രണ്ട് ടേമും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം 4k/L². ഇനി ഈ ടേമും പോയി, പിന്നെ ഉള്ളത് L²/n². അപ്പം L²/n² π² കോസ് n പൈ ബൈ 2 മൈനസ് കോസ് 0 എന്നുള്ളത് -1 എന്ന് എടുക്കും. ഇവിടെ L²/n² പൈ ആണ്, അപ്പോൾ അത് മൈനസ് കോസ് n പൈ. ഈ മൈനസും കൂടെ പ്ലസ്
കോസ് എൻ പൈ ബൈ 2. അപ്പോൾ ഈ എൽ സ്ക്വയറും കൂടെ പോയി. അപ്പോൾ നമുക്ക് മിച്ചം എത്രയാണുള്ളത്? 4k ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ. അപ്പോൾ 4k ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ. ഇനി നമുക്ക് വാല്യൂസ് നമ്മൾ നോക്കുവാണെങ്കിൽ കോസ് എൻ പൈ ബൈ 2 ഉണ്ട്, കോസ് എൻ പൈ ഉണ്ട്, -1 ഉണ്ട്. കോസ് എൻ പൈ നമുക്ക് -1 റേസ് ടു n വെച്ച് റീപ്ലേസ് ചെയ്യും. അപ്പോൾ നമുക്കിത് ഇവിടെ എൽ സ്ക്വയറും പോയി, 4k ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ. അപ്പം 2 കോസ് എൻ പൈ ബൈ 2 അല്ലേ, കോസ് എൻ പൈ ബൈ 2 രണ്ടെണ്ണം. അപ്പോൾ 2 കോസ് എൻ പൈ ബൈ 2 മൈനസ് കോസ് എൻ പൈ -1. ഇത്രയും ടേംസ് ആണ് വരുന്നത്. ഇനി നമുക്ക് വാല്യൂസ് ഒന്നെങ്കിൽ ഇവിടെ ഇട്ട് കൊടുക്കാം, അല്ല എങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇനി വാല്യൂസ് ഇട്ട് കൊടുത്താലും മതി. അപ്പം നമുക്ക് an എന്ന് പറയുന്നത് 4k ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ 2 കോസ് എൻ പൈ ബൈ 2 മൈനസ് കോസ് എൻ പൈ -1. കോസ് എൻ പൈ എന്ന് പറയുന്നത് -1 റേസ് ടു n ആണ് വരുന്നത്. അപ്പം നമുക്ക് ദ കൊസൈൻ സീരീസ് ഈസ് ദ ഹാഫ് റേഞ്ച് cosine series is a0 k by 2 plus sigma n equal to 1 to infinity 4k by n square pi square into 2 cos n pi by 2 minus cos n pi minus 1 into cos n pi by l x എന്ന് വരും. ഇനി നമ്മൾ n ഈക്വൽ ടു 1 2 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു k ബൈ 2. ഇവിടെ 4k ബൈ പൈ സ്ക്വയർ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. n ഈക്വൽ ടു 1 കൊടുക്കുമ്പം കോസ് പൈ ബൈ 2 0 ആണ്. കോസ് പൈ ഇവിടെ ഇത് 0 വരും. n ഈക്വൽ ടു 1 വരുമ്പം ഇത് 0. ഇത് മൈനസ് കോസ് പൈ ആണ്. കോസ് പൈ മൈനസ്, അത് മൈനസ് ഓഫ് -1 +1. അപ്പോൾ ഇത് +1, ഇത് -1. അപ്പോൾ ആ ടേം 0 വരും. ആദ്യത്തെ ടേം 0. ഇനി n ഈക്വൽ ടു 2 കൊടുക്കുമ്പം ഇവിടെ 2 കോസ് 1/2 സ്ക്വയർ ഇൻറ്റു 2 കോസ് പൈ വരും. കോസ് പൈ -4, അത് -2. കോസ് 2 പൈ എന്ന് പറയുമ്പം അത് +1 ആണ്, പിന്നെ -2 അല്ലേ. ഇവിടെ കോസ് 2 പൈ 1 ആണ്, അപ്പം -1 -2 കോസ് 2 പൈ ബൈ എൽ എക്സ് എന്ന് വരും. അടുത്ത n ഈക്വൽ ടു 3 കൊടുക്കുമ്പം ഈ ടേം 0 വരും, ഇത് 0 വരും, ഇത് മൈനസ് ഓഫ് -1 3 പൈ എന്ന് പറയുന്നത് -1 ആണ്. -1 ആകുമ്പോൾ ഇത് +1 -1, ഇത് രണ്ടും കൂടെ പോയി, ഇത് 0. അപ്പോൾ തേർഡിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടും 0 ആണ്, 3 കറസ്പോണ്ടിങ് ആയിട്ടും 0. ഇനി 4ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുമ്പം ഇവിടെ 4 വരുമ്പം 2 ഇൻറ്റു കോസ് 2 പൈ. കോസ് 2 പൈ എന്ന് പറയുന്നത് 2 വരും. അപ്പോൾ ഇത് +2, ഇവിടെ 2 -1 -1, അപ്പോൾ അടുത്ത ടേമും 0. 5 വരുമ്പം 5ൻ്റെ 0, ഇവിടെ 0, ഇവിടെ +1 -1, 5നും 0. അപ്പോൾ ഇനി അടുത്ത് 6ൻ്റെ ടേമേ ഉള്ളൂ. അതായത് 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 6ൻ്റെ ടേമാണ് വരുന്നത്. അപ്പോൾ 1/6 സ്ക്വയർ 6 കൊടുക്കുമ്പോൾ 3 പൈ ബൈ 2 വരും. അത് കോസ് 6 പൈ ബൈ 2 എന്ന് പറയുമ്പോൾ കോസ് 3 പൈ വരും. കോസ് 3 പൈ എന്ന് പറയുന്നത് -2. ഇവിടെ 6 പൈ ആകുമ്പോൾ -1 -1 -2 കോസ് 6 പൈ ബൈ എൽ എക്സ്. ഇനി 7 കൊടുക്കുമ്പോൾ 0 ആവും. 8 കൊടുക്കുമ്പോൾ 2 - 2 0 വരും. ബാക്കി ഇനിയിപ്പം വരുന്നത് 10th 9 0, പിന്നെ 10th ടേമേ ഉള്ളൂ. അപ്പം നമുക്കിതിങ്ങനെ ഇടാം. ദിസ് ഈസ് ഈക്വൽ ടു k ബൈ 2 പ്ലസ് 4k ബൈ പൈ സ്ക്വയർ. അടുത്ത് നമുക്ക് -4/2 സ്ക്വയർ കോസ് 2 പൈ ബൈ എൽ എക്സ് -4/6 സ്ക്വയർ കോസ് 6 പൈ ബൈ എൽ എക്സ് പ്ലസ് എക്സെട്ര എന്ന് വരും. അപ്പോൾ നമുക്ക് ആ -4 കൂടെ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ദിസ് ഈസ് ഈക്വൽ ടു k ബൈ 2 -16k by pi square 1/2 square cos 2 pi by l x plus 1/6 square cos 6 pi by l x plus etc. എന്ന് വരും. 2 കഴിഞ്ഞ് 6 പിന്നെ 10th ടേം. ഇതാണ് നമ്മുടെ കൊസൈൻ സീരീസ് ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് എക്സ്പാൻഷൻ വരും.
ഇനി നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് സൈൻ സീരീസ് എക്സ്പാൻഷനുകൾ the half range sine series is sigma n equal to 1 to infinity bn sin n pi by l x, where bn is equal to 2 by l integral 0 to l f of x into sin n pi by l x dx, which is equal to 2 by l integral 0 to l 2k by l x into sin n pi by l x dx plus 0 to l by 2 ആണ് l by 2 to l 2k by l l minus x sin n pi by l x dx. അപ്പം 2k by l മുമ്പത്തെ പോലെ നമുക്ക് രണ്ടിടത്തുനിന്നും പുറത്തെടുക്കുമ്പോൾ 2 by l 2k by l. ഇനി x ഇൻറ്റു സൈൻ n pi by 2 ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സൈന് മൈനസ് കോസ് n pi by l x ഡിവൈഡഡ് ബൈ n pi by l, റേഞ്ച് 0 to l by 2 മൈനസ് ഇൻ്റഗ്രൽ 0 to l by 2 ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 മൈനസ് കോസ് n pi by l x ഡിവൈഡഡ് ബൈ n pi by l dx. ഇത് ഫസ്റ്റ് ടേമിൻ്റെ പ്ലസ് ഇനി ഈ ടേമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പം l മൈനസ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് കോസ് n pi by l x ഡിവൈഡഡ് ബൈ n pi by l, അത് l by 2 to l മൈനസ് ഇൻ്റഗ്രൽ l by 2 to l മൈനസ് എക്സിൻ്റെത് മൈനസ് 1, സൈൻ്റേത് മൈനസ് കോസ് n pi by l x ഡിവൈഡ് ബൈ n pi by l dx. വലിയ ബ്രാക്കറ്റും ക്ലോസ് ചെയ്യണം. അപ്പം നമുക്ക് 4k by l സ്ക്വയർ. ആദ്യം നമ്മൾ റേഞ്ച് കൊടുക്കുമ്പം l by n pi പുറത്തെടുക്കാം. ഇവിടുത്തെ n pi by l നമുക്ക് l by n pi ഇൻറ്റു മൈനസ് l by 2 കോസ് n pi by 2 പ്ലസ് 0 എന്ന് വരും. ഇനി ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്. അപ്പോൾ അത് പ്ലസ് l by n pi പ്ലസ് l by n pi ഇൻ്റഗ്രൽ ഓഫ് കോസ് മൈനസും പ്ലസ് ആയി ഇൻ്റഗ്രൽ ഓഫ് കോസ് സൈൻ n pi by l x ഡിവൈഡ് ബൈ n pi by l, റേഞ്ച് 0 to l by 2. ഇത് ഫസ്റ്റ് 2 ടേംസിന്. ഇനി ഈ ടേമിൻ്റെ കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് l by n pi എവിടെയും നമുക്ക് കോമൺ ആയിട്ട് എടുത്താൽ l മൈനസ് l ഫസ്റ്റ് ടേം 0 വരും അല്ലേ. l മൈനസ് l 0 വരും. പിന്നത്തെ ടേം ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് പ്ലസ് വരും. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പം l by 2 കോസ് n pi by 2 എന്ന് വരും. l മൈനസ് l by 2 l by 2 കോസ് n pi by l ഇൻറ്റു l by 2 ചെയ്യുമ്പോൾ കോസ് n pi by 2. അത് ഫസ്റ്റ് ടേം. ഇനി ഇവിടെ 3 മൈനസ് ഉണ്ട്, അപ്പോൾ ഒരു മൈനസ് വരും. മൈനസ് l by n pi മൈനസ് 3 മൈനസ് ആകുമ്പോൾ ഒരു മൈനസ് വരും. മൈനസ് l by n pi ഇൻ്റഗ്രൽ ഓഫ് കോസ് ചെയ്യുമ്പം സൈൻ n pi by l x ഡിവൈഡ് ബൈ n pi by l, അത് l by 2 to l ഇത്രമാണ് വരുന്നത്. ഇനി നമുക്ക് നോക്കുവാണെങ്കിൽ l by n pi മൈനസ് l by 2 കോസ് n pi by 2 ഉണ്ട്, ഇതുമുണ്ട്. ഈ രണ്ട് ടേമും വെട്ടിപ്പോവും അല്ലേ. ഈ രണ്ട് ടേമും വെട്ടിപ്പോവും. പിന്നെ മിച്ചമുള്ളത് നമ്മൾ നോക്കിയാൽ മതി. സോ ദിസ് ഈസ് ഈക്വൽ ടു 4k by l സ്ക്വയർ ആദ്യത്തെ ടേം തേർഡ് ടേമും കൂടെ ക്യാൻസൽ ചെയ്തു പോയി. പിന്നെ നമുക്ക് ഈ രണ്ട് ടേംസ് ഇനി മിച്ചമുള്ളൂ. ഇതിൽ ഈ l by n pi കൂടി ഇങ്ങോട്ട് വരുമ്പോൾ അത് l സ്ക്വയർ ബൈ n സ്ക്വയർ പൈ സ്ക്വയർ. അപ്പോൾ l സ്ക്വയർ ബൈ n സ്ക്വയർ പൈ സ്ക്വയർ. സൈൻ n pi by l ആണ്. അപ്പോൾ റേഞ്ച് കൊടുക്കുമ്പോൾ സൈൻ n pi by 2 മൈനസ് സൈൻ 0. അടുത്തത് മൈനസ് l സ്ക്വയർ ബൈ n സ്ക്വയർ പൈ സ്ക്വയർ. സൈൻ n pi മൈനസ് സൈൻ n pi by 2
അപ്പോൾ നമുക്ക് 4k/L² ഇൻറ്റു L²/n²π². L²/n²π² രണ്ടിടത്തുനിന്നും കോമൺ ആയിട്ട് എടുത്താൽ sin nπ/2 മൈനസ് sin 0 0. ഇനി മൈനസ് sin nπ പ്ലസ് ഈ മൈനസും കൂടെ പ്ലസ് sin nπ/2. sin nπയും നമുക്ക് 0 എന്ന് കൊടുക്കാൻ പറ്റും അല്ലേ? sin nπയും 0. സോ ദിസ് ഈസ് ഈക്വൽ ടു 4k/n²π² ഇൻറ്റു 2 sin nπ/2 എന്നല്ലേ വരുന്നത്? ഇത് രണ്ടും കൂടെ 2 sin nπ/2 sin nπ 0. സോ ദിസ് ഈസ് ഈക്വൽ ടു 8k/n²π² sin nπ/2 എന്ന് വരും. Therefore, the Fourier sine series is the Fourier sine series is sigma n equal to 1 to infinity 8k/n²π² sin nπ/2 sin nπ/Lx which is equal to നമുക്ക് 8k/π² കോമൺ ആയിട്ട് എടുക്കാം. n equal to 1 കൊടുക്കുമ്പോൾ sin π/2 1 ആണ്. അപ്പം 1/1² sin π/Lx. n equal to 2 കൊടുക്കുമ്പോൾ 0 വരും. n equal to 3 കൊടുക്കുമ്പോൾ -1. അപ്പോൾ 1/3² sin 3π/Lx. അടുത്തത് 4ന് 0, 5ന് +1. അപ്പം പ്ലസ് 1/5² sin 5π/Lx മൈനസ് എക്സെട്ര. ഇതാണ് ഇതിൻ്റെ ഫൊറിയർ സൈൻ സീരീസ് വരുന്നത്, ഹാഫ് റേഞ്ച് സൈൻ സീരീസ് വരുന്നത്.